പെരുമ്പാവൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും സാമൂഹ്യവിരുദ്ധരുടെയും ഗുണ്ടകളുടെയും വിളയാട്ട് മൂലം സാധാരണക്കാരുടെ സ്വൈര്യജീവിതം മാസങ്ങളായി അവതാളത്തിലായിരിക്കുകയാണ്. മയക്കുമരുന്ന് കഞ്ചാവ് വിൽപ്പനയും വ്യാപകമായിരിക്കുകയാണ്. എന്നാൽ പോലീസ് ഇടപെടൽ നടത്തുകയോ പരിഹാരം കണ്ടെത്തുകയോ ചെയ്യുന്നില്ലെന്ന പരക്കെ ആക്ഷേപവും ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി BJP പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റി രംഗത്ത് എത്തിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ഉദാസീനതയാണ് ഇതിനൊക്കെ കാരണം. നിലവിലുള്ള DYSP, SHO, കുറവുള്ള പോലീസുകാർ എന്നിവരെ എത്രയും പെട്ടെന്ന് നിയമിച്ച പെരുമ്പാവൂരിന്റെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് BJP പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും BJP പ്രവർത്തകർ പറഞ്ഞു. രാത്രികാലങ്ങളിൽ പെരുമ്പാവൂരിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സാധാരണക്കാരന് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പെരുമ്പാവൂർ മാറിയിട്ട് പോലും ഇവിടുത്തെ പോലീസ് സംവിധാനം വെറും നോക്കുകുത്തിയായി മാറിയിരിക്കുക. 65 പോലീസ് വേണ്ടിടത്ത് ഇപ്പോൾ 50 പോലീസിൽ താഴെയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ DYSP ഇല്ല, SHO ഇല്ല. അങ്ങനെ ഒരു രീതിയിലും പെരുമ്പാവൂരിലെ കുറ്റകൃത്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ആഭ്യന്തര വകുപ്പിന്റെ നിലപാട്. ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന പെരുമ്പാവൂർ പട്ടണത്തെ ആ പെരുമ്പാവൂരിന്റെ പെരുമാനെ നശിപ്പിച്ചുകൊണ്ട് കുറ്റവാളികളുടെ പട്ടണമായി മാറ്റുന്നത് പോലീസിന്റെ വലിയ സഹവാസത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ പോലീസിന്റെ വലിയ ഒത്താശയോടുകൂടിയാണ്. പോലീസിനെയും ഞങ്ങൾ കൂടുതൽ കുറ്റം പറയുന്നില്ല. കാരണം അവർക്ക് ജോലിഭാരം കൂടുന്നത് കൊണ്ട് തന്നെ അവരുടെ മാനസിക പിരിമുറുക്കം കൂടുന്നു. അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോ 100-ലധികം പോലീസുകാർ വേണ്ട പെരുമ്പാവൂർ പട്ടണത്തിൽ ദിവസം തോറും പോലീസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുവാനിടയാകുന്നു. വലിയ അനാസ്ഥയാണ് ഇവിടെ ഉള്ളത്. ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം താമസിക്കുന്ന പെരുമ്പാവൂരിലും പരിസര പ്രദേശങ്ങളിലും ഓരോ ദിവസവും നിരവധി കേസുകളാണ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. എന്നാൽ പോലീസുകാരുടെ കുറവ് മൂലം കൃത്യമായി പട്രോളിംഗോ മറ്റു നടപടിയോ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. പോലീസ് സംവിധാനം വെറും നോക്കൂത്തിയായി നിൽക്കുന്നത് കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. കൂടാതെ ഒരു അവധി ദിവസം വന്നാൽ പെരുമ്പാവൂരിലെ പ്രദേശത്ത് ആളുകൾക്ക് ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ബിവറേജ് കോർപ്പറേഷന് മുമ്പിൽ ഒരു കൊലപാതകം ഉണ്ടായി. അതിന് തൊട്ടടുത്ത് തന്നെ വേറൊരു കൊലപാതകങ്ങളുണ്ടായി. ഇങ്ങനെ നിരവധി കൊലപാതകങ്ങളുടെ പരമ്പര തന്നെ പെരുമ്പാവൂർ നടന്നിട്ട് പോലും ഇവരെക്കുറിച്ച് അന്വേഷിക്കാനോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പെരുമ്പാവൂരിന്റെ ഈ ദുരവസ്ഥയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നത്. കൂടാതെ തന്നെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി വരും ദിനങ്ങളിൽ മുന്നോട്ട് പോകുമെന്നും പ്രഖ്യാപിച്ചു. നിരവധി കൊലപാതകങ്ങളും അടിപിടിയും അനാശാസ്യ പ്രവർത്തനങ്ങളും പെരുമ്പാവൂരിൽ നടക്കുമ്പോൾ സ്റ്റേഷനിൽ DYSP, SHOയുടെ കസേരകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. സ്റ്റേഷനിൽ നിലവിൽ 15ഓളം പോലീസുകാരുടെ കുറവുണ്ട്. Bobby Chamanur International Jeweler.